ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 2023 വരാനിരിക്കുന്ന ഏതൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിലും വളരെ പ്രധാനമായും പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങളാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് 2022 മുഴുവൻ കറണ്ട് അഫയേഴ്സും ഒറ്റ വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 1000+ കറണ്ട് അഫയേഴ്സ് പഠിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൽ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് കുറച്ചുകൂടെ നിങ്ങളുടെ മെമ്മറിയിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ കോഡ്സ് യൂസ് ചെയ്തിട്ട് ഓരോ ടോപ്പിക്കായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയ ചെറിയ ടോപ്പിക്കുകൾ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2021 കോഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 ആണ്. ചെറിയ ചെറിയ കോഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കിടക്കാം. മുന്നത്തെ ക്ലാസ്സുകൾ എടുത്തത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒക്കെ ഒന്ന് കയറി നോക്കുക കേട്ടോ. ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. താഴെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കുകളൊക്കെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് കൂടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാലോ. ടെലിഗ്രാമിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നോക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ചൊന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഒന്ന് നോക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ആരംഭിച്ച വർഷം പഠിച്ചിരിക്കണം. 1954 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ആരംഭിക്കുന്നത്. 1954 ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ എത്ര ഭാഷകളിലെ മികച്ച കൃതികൾക്കാണ് ഓരോ വർഷവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകുന്നത്? 24 ഭാഷകൾ. ഓക്കെ, ഇന്ത്യയിലെ 24 ഭാഷകളിലെ മികച്ച കൃതികൾക്കാണ് ഓരോ വർഷവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകി വരുന്നത് എന്നത് ഓർത്തിരിക്കാം. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ആരംഭിച്ച വർഷം 1954. എത്ര ഭാഷകളിലാണ്? 24 ഭാഷകളിലാണ്. അപ്പോൾ രണ്ടിലും ഒരു 4 ഉണ്ട് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. 1954 സ്റ്റാർട്ട് ചെയ്തു. 24 ഭാഷകളിലെ മികച്ച കൃതികൾക്കാണ് അവാർഡ് നൽകുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? ആർ നാരായണ പണിക്കർ. ആർ നാരായണ പണിക്കറാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആദ്യ മലയാളി. ആർ നാരായണ പണിക്കർ. കൃതി ഏതാണ്? ഭാഷാ സാഹിത്യ ചരിത്രം. ആദ്യമായിട്ട് കിട്ടുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത് ആ സാഹിത്യം വച്ചിട്ടുള്ള ഒരു കൃതി തന്നെയാണ് ഭാഷാ സാഹിത്യ ചരിത്രം. അപ്പോൾ 24 ഭാഷകൾക്കല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഭാഷാ സാഹിത്യ ചരിത്രം എന്ന് പറയുന്നതാണ് ആദ്യത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടുന്ന ആദ്യത്തെ മലയാളിയായ ആർ നാരായണ പണിക്കർ. കൃതി ഭാഷാ സാഹിത്യ ചരിത്രം. 1955 ലഭിക്കുന്നത്. 54 നൽകി തുടങ്ങിയത്. അതിൻ്റെ അടുത്ത വർഷം 55 ആദ്യത്തെ പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, ഓർത്തിരിക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആദ്യ മലയാള നോവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ചെമ്മീനാണ്. ചെമ്മീൻ 1957 ലഭിക്കുന്നത്. ആരുടെ കൃതിയാണ് ചെമ്മീൻ? തകഴി ശിവശങ്കരപിള്ളയുടേതാണ്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്, തകഴി ശിവശങ്കരപിള്ള. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ചെമ്മീനൊക്കെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കഴിക്കും അല്ലേ? കഴി തകഴി. ഓക്കെ, തകഴി ശിവശങ്കരപിള്ളയുടേതാണ് ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ. 1957 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ആദ്യമായിട്ട് നേടുന്ന മലയാള നോവലാണ് ചെമ്മീൻ, തകഴിയുടെ ചെമ്മീൻ. ഇത്രയും പോയിന്റ്സ് കിട്ടിയല്ലോ. ഒന്നുകൂടെ പറയാം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ആരംഭിച്ച വർഷം 1954. എത്ര ഭാഷകൾക്കാണ്? ഇന്ത്യയിലെ മികച്ച 24 ഭാഷകളിലുള്ള മികച്ച കൃതികൾക്കാണ് അവാർഡ് നൽകുന്നത്. ആദ്യമായിട്ട് ലഭിച്ച മലയാളി, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആർ നാരായണ പണിക്കറാണ്. കൃതി ഏതാ? ഭാഷയും സാഹിത്യവും എല്ലാം വരുന്നത് അല്ലേ? ഭാഷാ സാഹിത്യ ചരിത്രം 1955. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാള നോവൽ ഏതാണ്? അത് ചെമ്മീനാണ്. 1957 ലഭിക്കുന്നത്. തകഴി ശിവശങ്കരപിള്ളയുടേതാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി. കേന്ദ്ര സാഹിത്യ അക്കാദമി
ഫെല്ലോഷിപ്പ് ലഭിച്ചത്, ഫെല്ലോഷിപ്പ് പുരസ്കാരം ലഭിച്ചത്, അത് ആജീവനാന്ത നേട്ടത്തിനാണ് ഫെല്ലോഷിപ്പ് കൊടുക്കുക. അത് ലഭിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറിനാണ്. 1970 കേട്ടോ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് പുരസ്കാരം ലഭിച്ച ആദ്യം മലയാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. 1970 ലഭിക്കുന്നത് ഫെല്ലോഷിപ്പ്. നമ്മൾ ഫെല്ലോഷിപ്പ് എന്ന് പറയുമ്പോൾ ആ ഫെല്ലോ എഫ് വെച്ചിട്ടാണ് നൽകുക. അതിനൊന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ 7. ഓക്കെ, ഇപ്പം 1970 ഓർക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് പുരസ്കാരം ലഭിച്ച ഏക മലയാളി വനിത ആരാണ്? ബാലാമണി അമ്മയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് പുരസ്കാരം ലഭിച്ച മലയാളി വനിത ബാലാമണി അമ്മ. 1994 ലഭിക്കുന്നത് കേട്ടോ. അടുത്തത് യുവസാഹിത്യ പുരസ്കാരം. ഇനി നമ്മൾ നേരെ 2022 കാര്യത്തിലോട്ട് കടക്കുവാണ്. അപ്പോൾ ഇത് രണ്ടും ഓർത്തിരിക്കുക. ഫെലോഷിപ്പ് പുരസ്കാരം ലഭിച്ച ആദ്യം മലയാളി വൈക്കം മുഹമ്മദ് ബഷീർ, ആദ്യത്തെ മലയാളി വനിത ബാലാമണി അമ്മ. വർഷവും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 കടക്കുവാണ്. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം യുവസാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? അനഘ ജെ കോലോത്താണ്. കൃതി മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് യുവസാഹിത്യ പുരസ്കാരം ആർക്ക് ലഭിക്കുന്നത്? അനഘ ജെ കോലോത്തിന് ലഭിക്കുന്നത്. കൃതി ഏതാണ്? മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി. എങ്ങനെ ഓർത്തിരിക്കാം? ഇവിടെ ഓർത്തിരിക്കാനായിട്ട് യുവസാഹിത്യ പുരസ്കാരം അല്ലേ, അപ്പോൾ ഈ യുവ എന്നുള്ളത് നമുക്ക് ആ കീവേഡ് അങ്ങോട്ട് എടുക്കാം. യുവ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ യുവാക്കൾ അല്ലെങ്കിൽ യുവതികളെയൊക്കെ എടുക്കാം, യൂത്ത് ആയിട്ടുള്ള ആളുകൾ. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് സ്ലിം ഒക്കെ ആയിട്ട് അല്ലെ, സ്ലിം ബ്യൂട്ടി ആവണം എന്നൊക്കെ രീതിയിൽ ഒരു തീപ്പെട്ടി കോല് പോലെ ഇരിക്കുന്നേ എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി കേട്ടോ. യുവാക്കളൊക്കെ അല്ലെ, അവരുടെ എന്താ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് സ്ലിം ബ്യൂട്ടി ആണെന്നൊക്കെ പറഞ്ഞ് അല്ലെ, തടിയൊക്കെ കുറച്ച് ഒരു തീപ്പെട്ടി കോല് പോലെയായിരിക്കുന്നതെന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അനഘ ജെ കോലോത്ത്. മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി, കൃതിയും കിട്ടിയല്ലോ. തീപ്പെട്ടി കോല് പോലെ, തീപ്പെട്ടിയും കോലോത്ത്, അനഘ ജെ കോലോത്ത്. യുവസാഹിത്യ പുരസ്കാരം, യുവാക്കളെ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ യുവസാഹിത്യ പുരസ്കാരം അനഘ ജെ കോലോത്ത്. കൃതി ഏതാണ്? മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി. കിട്ടിയല്ലോ. അടുത്തത് ബാലസാഹിത്യ പുരസ്കാരത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സേതുവിനാണ്. സേതു. കൃതി എന്ന് പറയുന്നത് ചേക്കുട്ടി എന്ന് പറയുന്നത് നോവലാണ് കേട്ടോ. ചേക്കുട്ടി എന്ന് പറയുന്ന നോവലിനാണ് സേതുവിന് ബാലസാഹിത്യ പുരസ്കാരം 2022 ലഭിച്ചത്. ഇതെങ്ങനെ ഓർക്കാം? ബാലനെയും നമുക്ക് കുട്ടിയെയും തമ്മിൽ കണക്ട് ചെയ്യാം. അപ്പോൾ കൃതി കിട്ടിക്കോളൂ അല്ലേ. ബാലസാഹിത്യം, ബാലൻ എന്ന് പറയുമ്പോൾ കുട്ടി എന്നുള്ളൊരു മീനിങ് അല്ലേ. അപ്പോൾ ബാലൻ കുട്ടിയുമായിട്ട് കണക്റ്റഡ് ആയി. അപ്പോൾ കൃതി നമുക്ക് കിട്ടി, ബാലസാഹിത്യ പുരസ്കാരം കിട്ടി. കൃതി ചേക്കുട്ടിയാണ്, ബാലനും കുട്ടിയുമായിട്ട് കണക്ട് ചെയ്തു. ഇനി സേതു എന്ന് പറയുന്ന ആൾക്കാർ കിട്ടിയത് അല്ലേ. സേതുവിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും? കുട്ടി, ബാലൻ എന്നൊക്കെ പറയുന്നത് ഇവരൊക്കെ എന്തൊക്കെയോ ചെയ്തു അല്ലേ, കുട്ടികൾ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. സേതുവായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ബാലന്മാർ അല്ലെങ്കിൽ കുട്ടി എന്ത് ചെയ്തു, സേതുവായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാലസാഹിത്യ പുരസ്കാരം സേതു. കൃതി ഏതാണ്? ചേക്കുട്ടി എന്ന് പറയുന്ന നോവലാണ്. രണ്ടും കിട്ടിയില്ലേ. യുവസാഹിത്യ പുരസ്കാരം അനഘ ജെ കോലോത്ത്. കൃതി ഏതാ? മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി എന്ന് പറയുന്നത്. നമ്മളെങ്ങനെയാണ് ഓർത്തത്? യുവതികളൊക്കെ എന്താ മെലിഞ്ഞല്ലേ, സ്ലിം ബ്യൂട്ടി ആവാൻ വേണ്ടിയിട്ട് തീപ്പെട്ടിക്കോല് പോലെ ഇരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഓർക്കുക. ബാലസാഹിത്യ പുരസ്കാരം സേതു ചേക്കുട്ടി. എങ്ങനെ ഓർത്തത്? ബാലനും കുട്ടിയും തമ്മിൽ കണക്ട് ചെയ്തു. പിന്നെ കുട്ടി എന്ത് ചെയ്തു അല്ലേ, സേതുവായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, അടുത്തത് ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് അനുരാധ റോയ്ക്കാണ്. ഓൾ ദ ലൈഫ്സ് വി നെവർ ലീവ്ഡ് എന്ന് പറയുന്ന അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, കൃതിക്ക് വേണ്ടിയിട്ടാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ളത് ആർക്കാണ് കിട്ടിയത്? അനുരാധ റോയ്ക്കാണ്. ഓക്കെ, ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് അനുരാധ റോയ്ക്കാണ്. കൃതി ഏതാണ്? ഓൾ ദ ലീവ്സ് വി നെവർ ലീവ്ഡ് എന്ന് പറയുന്ന കൃതിക്കാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഓർക്കാൻ പറ്റുക? ഇപ്പം നമുക്ക് അനുരാധ റോയ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ റോയ്, ഐശ്വര്യ റായും ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ കുറച്ച് എന്താണ് ഹൈ ക്ലാസ്സുകളൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യും എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം. പക്ഷെ നമുക്ക് അതൊക്കെ പറ്റുമോ? നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ പറയാൻ കിട്ടുമോ? വി നെവർ നമുക്ക് കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ വി നെവർ എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അനുരാധ റോയ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐശ്വര്യ റായോ അങ്ങനെ ഒരു അല്ലേ, അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്യാം. അനുരാധ റോയ്ക്കൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ ഐശ്വര്യ റായ്ക്കൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കത് പറ്റില്ല. വി നെവർ എന്നുള്ള രീതിയിൽ ഓൾ ദ ലീവ്സ് വി നെവർ ലീവ്ഡ് എന്നുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. വലിയ കോഡൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷയും അനുരാധ റോയും ഓൾ ദ ലീവ്സ് വി നെവർ ലീവ്ഡ് ജസ്റ്റ് ഒരു കണക്ഷൻ കിട്ടില്ല. അനുരാധ റോയ് എന്ന് പറയുമ്പോൾ ഐശ്വര്യ റായിലോട്ട് എത്താം. ഐശ്വര്യ റായ്ക്കൊക്കെ ഇംഗ്ലീഷൊക്കെ നല്ല കൈവശമായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ കിട്ടി. പിന്നെന്താ, നമുക്കതൊക്കെ പറ്റില്ല. വി നെവർ. അപ്പോൾ ഓൾ ദ ലീവ്സ് വി നെവർ ലീവ്ഡ് ചെറിയൊരു കീവേഡ് കിട്ടിയാൽ മതി, നമുക്കത് ആൻസറിലോട്ട് എത്താൻ പറ്റും.
അടുത്തത് വിവർത്തനം. വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ചാത്തനാത്ത് അച്യുതൻ ഉണ്ണിക്കാണ്. കൃതി എന്താണ്? വാമനാചാര്യന്റെ കാവ്യാലങ്കാര സൂത്രവൃത്തി. വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ചാത്തനാത്ത് അച്യുതൻ ഉണ്ണിക്കാണ്. കൃതി വാമനാചാര്യന്റെ കാവ്യാലങ്കാര സൂത്രവൃത്തി എന്ന് പറയുന്ന കൃതിക്കാണ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാം? വിവർത്തനം എന്നുള്ളത് വർത്തമാനമായിട്ട് കണക്ട് ചെയ്യാം. വർത്തമാനം. ഓക്കെ. അപ്പോൾ വർത്തമാനമൊക്കെ പറയുന്ന ഉണ്ണിമാരുണ്ടല്ലോ, നന്നായിട്ട് വർത്തമാനം പറയുന്ന കുട്ടികൾ, അവർ ഭയങ്കര സൂത്രക്കാരായിരിക്കും എന്ന് ഓർത്താൽ മതി. ഓക്കെ. നന്നായി വർത്തമാനം പറയുന്നല്ലേ, എല്ലാവരോടും നന്നായി വായടിച്ച് നന്നായി വർത്തമാനം പറയുന്നവർ നല്ല സൂത്രക്കാരാന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. വിവർത്തനം. അപ്പോൾ വർത്തമാനം പറയുന്ന ഉണ്ണികളൊക്കെ ഭയങ്കര സൂത്രക്കാരാന്ന് ഓർത്താൽ മതി. വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ചാത്തനാത്ത് അച്യുതൻ ഉണ്ണിക്കാണ്. കൃതി ഏതാണ്? വാമനാചാര്യന്റെ കാവ്യാലങ്കാര സൂത്രവൃത്തി. അടുത്തത് സാഹിത്യ നിരൂപണം. സാഹിത്യ നിരൂപണത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ MS തോമസ് മാത്യുവിനാണ്. ആശാന്റെ സീതായനം എന്ന് പറയുന്ന കൃതിക്കാണ് കേട്ടോ. സാഹിത്യ നിരൂപണത്തിനുള്ള അവാർഡ് ലഭിച്ചത് പ്രൊഫസർ MS തോമസ് മാത്യു, ആശാന്റെ സീതായനം എന്ന് പറയുന്ന കൃതിക്കാണ്. അപ്പോൾ ഇതിന് എനിക്ക് വലിയ കോഡൊന്നും കിട്ടിയില്ല, അപ്പോൾ നിങ്ങളത് പഠിച്ചു വയ്ക്കുക കേട്ടോ. സാഹിത്യ നിരൂപണമാണ്. പ്രൊഫസർ MS മാത്യുക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം പ്രൊഫസർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സാഹിത്യമൊക്കെ അറിയുന്ന ആളാണെന്നുള്ള രീതിയിൽ പ്രൊഫസർ സാഹിത്യമൊക്കെ അറിയുന്ന ആളായിരിക്കും. അപ്പോൾ പ്രൊഫസർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ ഒരു ആശാനായിട്ടൊക്കെ കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. സാഹിത്യ നിരൂപണം പ്രൊഫസർ MS തോമസ് മാത്യു, ആശാന്റെ സീതായനം. അടുത്തത് വിശിഷ്ടാംഗത്വം. വിശിഷ്ടാംഗത്വം ലഭിച്ചവർ ആരാക്കിയ? C രാധാകൃഷ്ണനാണ് വിശിഷ്ടാംഗത്വം ലഭിച്ച വ്യക്തി കേട്ടോ. C രാധാകൃഷ്ണൻ. സമിതിയിൽ അംഗങ്ങളായ മലയാളികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന്റെ സമിതിയിൽ അംഗങ്ങളായ മലയാളികൾ KP രാമനുണ്ണി, S മഹാദേവൻ തമ്പി, വിജയലക്ഷ്മി എന്നിവരാണ്. KP രാമനുണ്ണി, S മഹാദേവൻ തമ്പി, വിജയലക്ഷ്മി എന്നിവരാണ് കേട്ടോ സമിതിയിൽ അംഗങ്ങളായ മലയാളികൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. ഫസ്റ്റ് തൊട്ട് ഒന്നുകൂടെ നോക്കാം. ആരംഭിച്ച വർഷം ഓർമ്മയുണ്ടല്ലോ, 1954. എത്ര ഭാഷകൾക്കാണ്? ഇന്ത്യയിലെ 24 ഭാഷകൾക്കുള്ള മികച്ച കൃതിക്കുള്ള അവാർഡാണ് കൊടുക്കുന്നത്. ഓരോ വർഷവും കൊടുക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞു കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആദ്യം മലയാളി R നാരായണ പണിക്കറാണ്. കൃതി ഏതാ? ഭാഷാ സാഹിത്യ ചരിത്രം 1955 ലഭിച്ചു. പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാള നോവൽ ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്മീനാണ് 1957. ആരുടെ കൃതിയാ ചെമ്മീൻ? തകഴിയുടെ. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് പുരസ്കാരം ലഭിച്ചത് 1970 വൈക്കം മുഹമ്മദ് ബഷീറിനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് പുരസ്കാരം ലഭിച്ച മലയാളി വനിത ചോദിച്ചു കഴിഞ്ഞാൽ ബാലാമണി അമ്മയാണ് 1994. പിന്നെ 2022 കേന്ദ്ര സാഹിത്യ പുരസ്കാരം, അതിൽ യുവസാഹിത്യ പുരസ്കാരം ലഭിച്ചത് അനഘാജയ ഗൗരവത്തിനാണ്. കൃതി മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി. കോഡ് ഓർമ്മയുണ്ടല്ലോ. ഇനി ബാലസാഹിത്യ പുരസ്കാരം സേതുവാണ്. കൃതി ചേക്കുട്ടി. കോഡ് ഓർമ്മ വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ളത് അനുരാധ റോയാണ്. ഓൾ ദ ലീവ്സ് വി നെവർ ലീവ്ഡ്. വിവർത്തനത്തിലുള്ളതാണെങ്കിൽ ചാത്തനാത്ത് അച്യുതൻ ഉണ്ണി. കൃതി ഏതാ? വാമനാചാര്യന്റെ കാവ്യാലങ്കാര സൂത്രവൃത്തി. സാഹിത്യ നിരൂപണമാണെങ്കിൽ പ്രൊഫസർ MS തോമസ് മാത്യു, ആശാന്റെ സീതായനം. വിശിഷ്ടാംഗത്വം ലഭിച്ചത് C രാധാകൃഷ്ണൻ. സമിതിയിൽ അംഗങ്ങളായ മലയാളി KP രാമനുണ്ണി, S മഹാദേവൻ തമ്പി, വിജയലക്ഷ്മി എന്നിവരാണ്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ കോഡ്സും കണക്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ടോപ്പിക്സിൻ്റെ ക്ലാസ് ഈ കോഡൊക്കെ യൂസ് ചെയ്തിട്ട് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.